പ്രിയപ്പെട്ടവർ, എന്റെ മകൻ ആദിദേവിന് 2 വർഷത്തോളായി കിഡ്നി സംബന്ധമായിട്ട് വളരെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. എന്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പൊ കുറെ നാളായിട്ട് പണിക്ക് പോവാൻ, കുട്ടിയുടെ അസുഖം കാരണം പണിക്ക് പോകാൻ വരെ പറ്റുന്നില്ല. 4 പെൺകുട്ടിയും എന്റെ മോൻ ആദിദേവും ഞാൻ കാറ്റ് നോറ്റി കിട്ടിയൊരു മോനാണ്. ഇപ്പൊ അവനെ ചികിത്സിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. കുട്ടിയുടെ വലത് കിഡ്നി പൂർണ്ണമായി നശിച്ചു പോയിട്ടുള്ളതെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. ഇടത് ഭാഗം പോലും ഇപ്പൊ ഒരു ഭാഗികമായിട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾക്കിപ്പോ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടുന്നത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അവന്റെ ഓരോരോ സമയത്തെ കരച്ചില് പോലും നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. വേദന കൊണ്ട് എന്റെ മോൻ പോണേന്ന് ഞങ്ങൾക്ക് കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലാണ്ടാണ് ഞങ്ങള് നടക്കുന്നത്. എന്റെ മോന്റെ വലത് കിഡ്നി പൂർണ്ണമായിട്ട് നശിച്ചിട്ടുള്ളത്. ഇടത് ഭാഗം ഭാഗികമായി പോയെന്ന് ഡോക്ടർ പറയുന്നത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പോലും ഞങ്ങളുടെ കയ്യിൽ 5 രൂപ പോലും എടുക്കാനില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ജലീൽഖാന്റെ ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങൾ ബന്ധപ്പെട്ടത്. ഇതിൽ കാണുന്ന QR കോഡിൽ നിങ്ങൾ കഴിയുന്നതും എല്ലാവരും സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വളരെ പ്രയാസത്തിലാണ്, സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് നല്ലവരായ നാട്ടുകാരും അയൽവാസികളൊക്കെ കൂടിയിട്ട് ഈ പൊന്നുമകന്റെ 2 വൃക്കകളും തകരാറിലായതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയക്ക് വിധേയമാകപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നല്ല ചികിത്സ ലഭിക്കുവാൻ വേണ്ടി കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാരുണ്യ മനസ്സുകളുടെ സഹായം കാത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആരും കാണാതെ പോകല്ല. നമുക്കൊക്കെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ താങ്ങായിട്ടും തണലായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടാവും. മത്സ്യത്തൊഴിലാളിയായ അക്ഷയ് എന്ന് പറയുന്ന ആ സഹോദരന് വേറെ യാതൊരു മാർഗവുമില്ല പ്രിയപ്പെട്ടവർ. മത്സ്യമൊക്കെ വഴിയോരങ്ങളിലും പലയിടങ്ങളൊക്കെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നാളിതുവരെ ജീവിച്ചു പോയത്. പല ഹോസ്പിറ്റലുകളും കയറിറങ്ങി ഈ മകനക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ തന്നെ ഇതുവരെ എന്താണ് രോഗത്തിന്റെ കാഠിന്യം എന്ന് പോലും അറിയാതെ അവസാനമാണ് കുട്ടിയുടെ ചികിത്സ മനസ്സിലായത്. ഈ കുട്ടിയുടെ യൂറിൻ ഇൻഫെക്ഷൻ ആവുകയും ആ യൂറിൻ ഇൻഫെക്ഷൻ ആയതിനു ശേഷം സുന്നത്ത് വരെ കഴിക്കേണ്ട അവസ്ഥ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുന്നത്ത് കഴിച്ചതിന് ശേഷം പോലും യൂറിൻ കിഡ്നിയിലോട്ട് കയറി കിഡ്നി 2 ഡാമേജ് ആവുകയും എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നല്ല ചികിത്സ ലഭിക്കുവാൻ കാരുണ്യം മനസ്സുകളുടെ സഹായം ഇല്ലാതെ യാതൊരു നിർവാഹവുമില്ല. മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചികിത്സക്കുള്ള ഒരു സഹായ സംവിധാനം കിട്ടാനുള്ള ഒരു വഴിത്തിരിവാകും. നാട്ടിലുള്ള വാർഡ് മെമ്പറൊക്കെ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും കാണാതെ പോകരുത്. 6ാം വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡിലെ താമസിക്കുന്ന കൃഷ്ണപണി അതുപോലെ തന്നെ അക്ഷയ ദമ്പതികളുടെ ഇളയ മകനായിട്ടുള്ള ആദിദേവ് വൃക്കസംബന്ധമായ അസുഖം ബാധിച്ച് 2 വർഷത്തോളമായി ചികിത്സയിലാണ്. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ വേണമെന്നില്ലാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അകമഴിഞ്ഞ സഹായം ചെയ്തു തരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രയത്നത്തിലാണ് നാം എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് മുമ്പേ പരിചയമുള്ളതും ഓട്ടോ ഡ്രൈവറായി ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദയനീയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഉറുപ്പ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കാലങ്ങളായിട്ട് അറിയുന്നൊരു ഫാമിലിയാണ്. നമ്മൾ ഇപ്പോഴും ട്രിപ്പെല്ലാം പോകുന്നതാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് റോഡിലെത്തി. അപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ്. ഈ കുട്ടീൻ്റെ 2 വൃക്കളും ധാരാളിലാണ്. എനിക്ക് അറിയാവുന്ന കുടുംബമാണ്. നമ്മളെല്ലാവരും തന്നെ നാട്ടുകാരും അതുപോലെ വാർഡ് മെമ്പർ, ബിൽഡിങ്ങിന്റെ ഓണറുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണ്.